ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് എങ്ങനെയാണ് ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതായത് നമ്മൾ ബൈ പർച്ചേസിൽ നമ്മൾ ഫസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്യും, അതേപോലെ സപ്ലയറെ ക്രിയേറ്റ് ചെയ്യും, ദെൻ പർച്ചേസ് ഓർഡർ, പർച്ചേസ് ഇൻവോയ്സ്, പർച്ചേസ് റെസിപ്റ്റ്, റൈറ്റ്. സോ ഐറ്റം ക്രിയേഷൻ എങ്ങനെയാണെന്നും അതേപോലെ സപ്ലയർ ക്രിയേഷൻ എങ്ങനെയാണെന്നുള്ളതും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ കറൻ്റ്ലി ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഹൗ ടു ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ. സോ ആസ് യൂഷ്വൽ പർച്ചേസ് ഓർഡർ സെർച്ച് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഷോർട്ട് കട്ട്സ് നമ്മൾ സോഫ്റ്റ്വെയർ നൽകുമ്പോൾ അതിൻ്റെ ഈ ഡാഷ്ബോർഡ്സിൽ ഹോം പേജിലുണ്ടാവും. ഓക്കെ, സോ ലൈക്ക് ബയ്യിങ്ങിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, ലൈക്ക് പർച്ചേസ് ഓർഡർ, പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട്സ്, കാര്യങ്ങൾ, മാസ്റ്റർ ഡോക്യുമെൻറ്റ്സ്, കാര്യങ്ങളെല്ലതും ചാർട്ടായാലും ഡാഷ്ബോർഡായാലും എല്ലാതും ഇവിടെ ഉണ്ടാവും. സോ കറൻ്റ്ലി ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ പർച്ചേസ് ഓർഡർ ലിസ്റ്റ് എടുക്കുന്നു. ഇപ്പോൾ ആസ് യൂഷ്വൽ ഇപ്പോൾ ഈ ലിസ്റ്റിലായാലും നമുക്ക് എല്ലതും കാണുന്നത് സപ്ലയർ നെയിം, സ്റ്റാറ്റസ്, ഡേറ്റ്, അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ, അത് ബിൽഡായോ ഇല്ലേ, അതേപോലെ അതിൻ്റെ ID, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. കറൻ്റ് ID വെച്ചിട്ട് ചെയ്യാം, സപ്ലയർ വെച്ചിട്ട് ചെയ്യാം, അതുപോലെ സ്റ്റാറ്റസ് വെച്ചിട്ടായാലും നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഓക്കെ, സോ ഞാനിവിടെ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു, ആഡ് കൊടുത്തു. നമ്മൾ മുന്നത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ സപ്ലയർ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കും. സോ കറൻ്റ്ലി നമ്മൾ സപ്ലയർ ക്രിയേറ്റ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇതിൽ ലിസ്റ്റിൽ വരും. അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് സപ്ലയർ ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് ക്രിയേറ്റ് ന്യൂ കൊടുത്താൽ നമ്മുടെ സപ്ലയർ ഫോമിലോട്ടാവും പോവല്. ഇത് എഡിറ്റ് ഫുൾ ഫോം കൊടുത്താൽ സപ്ലയർ ഡോക്യുമെൻറ്റിലോട്ടാവും പോവല്. സോ വൺസ് സപ്ലയർ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സപ്ലയർ ഇവിടെ വരും. അതെല്ലാം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ആ സപ്ലയറെ ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ റിക്വയർഡ് ബൈ ഡേറ്റ്, അതായത് നമുക്ക് എന്നാണ് ഈ ഓർഡർ ഐറ്റംസ് കിട്ടാനുള്ള ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യാം. ദെൻ ലൈക്ക് അക്കൗണ്ടിങ് ഡയമെൻഷൻസ് ഒക്കെ നമ്മളെ കോഴ്സ് സെൻറ്റർ കാര്യങ്ങൾക്ക് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് അത് മെൻഷൻ ചെയ്യേണ്ടത്. അത് ഡിപ്പെൻഡ്സ് ഓൺ അവർ പ്രൊജക്റ്റാണ്. സോ കറൻസി ആൻഡ് പ്രൈസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ കറൻസി ID ആണ്, പ്രൈസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് ബൈയിങ്. ഇതും നമുക്കൊരു പ്രൈസിങ് റോള് അല്ലെങ്കിൽ പ്രൈസ് ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ മാറ്റാം. ബൈ ഡിഫോൾട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ളതിൽ നമ്മൾ സെല് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് ആണ്, അതിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ബൈയിങ് എന്നുള്ള പ്രൈസ് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യൽ. അത് ഡിഫോൾട്ടിൽ നമ്മൾ സോഫ്റ്റ്വെയറിലുണ്ടാവും. ഇനി ഇൻ കേസ് കറൻസി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാം. സോ അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് പർച്ചേസ് ഓർഡർ ചെയ്ത് വെയർ ഹൗസിലോട്ടാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ വെയർ ഹൗസ് ക്രിയേഷൻ നമ്മൾ ഐറ്റം ക്രിയേഷൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കണം എങ്ങനെയാണ് ഒരു വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒന്നെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതല്ല ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെയർ ഹൗസ് കൊടുത്താൽ അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ വെയർ ഹൗസും ഇവിടെ ഉണ്ടാവും. സോ ഞാനൊരു വെയർ ഹൗസ് കൊടുത്തു. ഇത് പർച്ചേസ് ഓർഡറിലും കൊടുക്കാം, ആസ് യൂഷ്വൽ ഇൻവോയ്സിലായാലും റെസിപ്റ്റിലായാലും കൊടുക്കാം. സോ ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്ന ഐറ്റംസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ വരും. ദെൻ ഇവിടെ നിന്ന് നമുക്ക് സെർച്ചും ചെയ്യാം. സെർച്ച് ചെയ്താൽ അതവിടെ കിട്ടും. ഓക്കെ, സോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആയാലും നമുക്ക് ക്രിയേറ്റ് ന്യൂ ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ കറൻ്റ് ഞാനിപ്പോൾ ഇവിടെ ഐറ്റം കൊടുത്തു, അതിൻ്റെ റിക്വയർഡ് ഡേറ്റ്, ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് ഞാൻ കൊടുത്തു. അത് നമ്പേഴ്സിലാണോ പർച്ചേസ് ചെയ്യണത് അല്ലെങ്കിൽ ടണ്ണ് അല്ലെങ്കിൽ കാർട്ടൂൺ വൈസ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ UM മെൻഷൻ ചെയ്യാം. ഓക്കെ, ദോൻ അതിൻ്റെ റേറ്റ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, സോ കൊടുത്തു. അതേപോലത്തെ നമുക്ക് അടുത്ത ഐറ്റംസ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. $20 കൊടുത്തു. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ബൈയിങ് പ്രൈസ് ഇവിടെ വന്നു. അതല്ല ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് മാറി, സോ അതായാലും നമുക്ക് റേറ്റ് മാറ്റി കൊടുക്കാം. ദെൻ ടാക്സ് കാര്യങ്ങൾ എന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് കാര്യങ്ങൾ അവിടെ വരും. അല്ല ലൈക്ക് പർച്ചേസ് എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ലൈക്ക് ഡെലിവറി നമ്മൾ തന്നെയാണ് അത് ഡെലിവറി എടുക്കാൻ പോണതും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ എക്സ്പെൻസ് അല്ലേ. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ആക്ച്വൽ ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ കൊടുക്കുക. അതേപോലെ ആ പർച്ചേസ് അക്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്യാം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ അക്കൗണ്ട്സ്
എന്താ പറയുക റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. സോ കറൻറ്റ്ലി അതൊന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ദെൻ നമ്മൾ ഇത് ആവശ്യമില്ലാത്ത അക്കൗണ്ട്സിൻ്റെ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ കറൻറ്റ്ലി ഇപ്പോൾ എനിക്ക് ഈ 5% വാറ്റ് ടാക്സ് ആണുള്ളത്, എല്ലാ ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ദെൻ ഈ സപ്ലയർ അഡ്രസ്സ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ വരും. അതിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടേംസും ഇവിടെ കൊടുക്കാം, അതേപോലെ കണ്ടീഷൻസും ഇവിടെ കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ മോർ ഇൻഫോയിൽ പോയാൽ കുറച്ച് റിലേറ്റഡ് ഫീൽഡ്സുകളാണ്, ഇതൊന്നും മാൻഡറ്ററി അല്ല. ലൈക്ക് എന്താ പറയുക, ഇതൊക്കെ നമ്മൾ സെറ്റിങ്സിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരും. അതായത് ഓട്ടോ റിപ്പീറ്റ് വേണം, അതേപോലെ വാറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, ഓർഡർ സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് ഇവിടെ ഈ മോർ ഇൻഫോയിലുള്ളത്. സോ കറൻറ്റ്ലി ഇത്ര ഉള്ളൂ പർച്ചേസ് ഓർഡർ. ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് സപ്ലയർ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊട്ടേഷൻസിൽ നിന്ന് നമുക്ക് ഐറ്റംസ് ഫെച്ച് ചെയ്തെടുക്കാം. അതെല്ലാം മെറ്റീരിയൽ റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് ബണ്ടിലാണെന്നുണ്ടെങ്കിലും ഇതിലോട്ടൊന്നും ഞാൻ ഡീപ്പായിട്ട് പോകണില്ല, കാരണം ഇത് കുറച്ചും കൂടി ഡീപ്പർ വേർഷനാണ്. ലൈക്ക് നമുക്ക് മോർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ ഞാനിപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തു, ദെൻ സേവ് ചെയ്യുന്നു, ദെൻ സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, നോർമലി നമ്മളൊരു സപ്ലയർക്ക് ഓർഡർ പ്ലേസ് ചെയ്യും, ദെൻ ഇൻവോയ്സ് റൈസ് ചെയ്യും, അതേപോലെ പേയ്മെൻറ്റ് പർച്ചേസ് റെസിപ്റ്റും പേയ്മെൻറ്റ് എൻട്രി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ കറൻറ്റ്ലി ഇപ്പോൾ ഓർഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ടു റിസീവ് ആൻഡ് ബില്ല് എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ബില്ല് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ എന്താ പറയുക റിസീവ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ഇൻവോയ്സും അടിച്ചിട്ടില്ല, റെസിപ്റ്റും അടിച്ചിട്ടില്ല. സോ കറൻറ്റ്ലി അതിൻ്റെ സ്റ്റാറ്റസ് ടു റിസീവ് ആൻഡ് ബില്ല് എന്നുള്ള നമ്മൾ ഏതൊരു ഡോക്യുമെൻറ്റിൻ്റെയും ലിങ്ക് ആയിട്ടുള്ള, അതായത് ഏതൊക്കെ ഡോക്യുമെൻറ്റിനോട് കണക്റ്റ് ആയിക്കണം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കണക്ഷൻസ് എന്നുള്ളൊരു ടാബ് ഉണ്ടാവും. ഇതിൽ പോയി കഴിഞ്ഞാൽ കുറേ ലിസ്റ്റുകളുണ്ട്. ലൈക്ക് ഇതിലിപ്പോൾ ഈ പർച്ചേസ് ഓർഡർ ഏതെങ്കിലും പർച്ചേസ് റെസിപ്റ്റുമായിട്ട് ലിങ്ക് ആയിക്കണമെന്നുള്ളത് ഇവിടെ നോക്കാം. കറൻറ്റ്ലി ഇപ്പോൾ ഒന്നുമില്ല, ബിക്കോസ് ഇതിൽ നമ്മൾ കൗണ്ട് ഉണ്ടാവും, എത്ര പർച്ചേസ് റെസിപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്, എത്ര സെയിൽസ് ഓർഡർ ഉണ്ട്, എത്ര പേയ്മെൻറ്റ് എന്നുള്ളത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൗണ്ട്സ് കാണാം. അപ്പോൾ കറൻറ്റ്ലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എംപ്റ്റി ആയതുകൊണ്ട് ഈ പർച്ചേസ് ഓർഡറിൻ്റെ അഗെയിൻസ്റ്റ് ഒരു റെസിപ്റ്റോ ഇൻവോയ്സോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഇങ്ങനെയാണ് ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. താങ്ക് യു.